കാർഡിന് എന്താ ഒരു വെയിറ്റ്? അതൊന്നും ഇങ്ങോട്ട് പോരുമ്പോ അവര് തന്നേക്കൂല മോനെ. അതല്ല, ഇങ്ങോട്ട് കടക്കാനുള്ള കാർഡ് ഉണ്ടോന്ന്. ഐഡന്റിറ്റി കാർഡാ? അതല്ല അമ്മൂമ്മേ. അമ്മൂമ്മയോ? അമ്മൂമ്മ നിന്റെ അയ്യോ സോറി ചേട്ടത്തി. അങ്ങനെ വിളി. അതാ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടു. അദ്ദേഹമാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ പ്രവേശനത്തിനുള്ള NOC കിട്ടും. എന്നാലേ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ? മോനെ പത്രോസേ, നമസ്കാരം. എനിക്ക് ആ സ്വർഗത്തിലേക്കുള്ള നോസി ഇങ്ങ് തന്നെ. ചേട്ടത്തിയുടെ പേരെന്താ? അയ്യോ, എന്നെ മനസ്സിലായില്ലയോ? ചേമ്പുമൂട്ടിൽ ഓനായുടെ ഭാര്യ ത്രേസ്യ. ചേട്ടത്തിയുടെ പേര് ഈ കമ്പ്യൂട്ടറിൽ കാണുന്നില്ലല്ലോ. കുറച്ചു സമയം അവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തറവാട്ട് മഹിമ അനുസരിച്ച് എന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വരേണ്ടതാ. അതെങ്ങനെയാ? ജീവിച്ചിരിക്കുമ്പോ കെട്ടിയോ നെഞ്ചോട് സ്നേഹായിരുന്നു. 5-6 കൊല്ലം മുമ്പ് അധ്യാനം ഇങ്ങോട്ട് പോന്നേ. ഒരു സീറ്റ് പിടിച്ചു വെക്കാൻ. ഞാൻ അങ്ങോട്ട് ചൊല്ലട്ടെ? ആദ്യാനം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മോനെ പത്രോസേ, എന്റെ പേരൊന്നും കൂടി സൂക്ഷിച്ചു നോക്കി. ചേട്ടത്തി, മരിച്ച് സംസ്കാരം കഴിഞ്ഞാലേ ഈ കമ്പ്യൂട്ടറിൽ പേര് വരൂ. അത് ശരി, എന്നാ വെയിറ്റ് ചെയ്യാം. മോളേതാ? എവിടുന്നാ? ഞാൻ ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലിസ്. ആനമൂട്ടിൽ തോമസ്. മോളെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ പെട്ടു. ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടായി പോയി. എന്നാൽ ഞാൻ പോട്ടെ. നിക്ക്. നേരെ അങ്ങ് പോവാണോ? ദാ ആ പത്രോസിന്റെ അടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് പോ. ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലീസ് ഞാൻ തന്നെയാണ്. നിന്റെ കുടുംബം തിരുക്കുടുംബം പോലെ മാതൃകാ കുടുംബമാണ്. നീ അനുഭവിച്ച കഷ്ടതയും ക്ഷമയും സഹനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നു. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിച്ച നിനക്ക് നിത്യസ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മോനെ പത്രോസേ, എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെയാ നോക്കിയിരുന്നത്, കണ്ടില്ല. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു കളവ് കേസിൽ പിടിച്ചതാ. അപ്പൊ കള്ളനാണല്ലേ? അങ്ങനെ പറയരുത്, അതെന്റെ തൊഴിലാണ്. ഓ ശരി ശരി. എന്നിട്ട് ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് കയറി 10-40,000 രൂപ കിട്ടി. പോരുന്ന വഴിക്ക്
ആ വീട്ടിലെ ഒരു കുരുത്തം കെട്ട തള്ള ഉറക്കത്തീന്ന് ചാടി എഴുന്നേറ്റിങ് വന്നു. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈ വച്ചതും എന്തോ ഒരു സാധനം എടുത്ത് ആ തള്ള എന്റെ തലയ്ക്ക് ഒരൊറ്റ അടി. കുറെ നാള് കഴിഞ്ഞ് ഈ മുറിവ് അടയാളമാക്കി പോലീസ് എന്നെ പൊക്കി. ലോക്കപ്പിലിട്ട് ഇടിച്ചിടിച്ച് അതുവരെ നടന്ന എല്ലാ കളവ് കേസും എന്റെ പേരിലാക്കി. മർമ്മത്ത് കിട്ടിയ ഒരൊറ്റ അടി. എന്റെ അമ്മോ, ഞാൻ ലോക്കപ്പിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു. നല്ലൊരു മനുഷ്യനെ പോലീസുകാര് ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സമരത്തിലാ. അമ്പടാ, അപ്പൊ നീയാണ് എന്റെ വീട്ടിൽ കയറി 40,000 രൂപ കട്ടത് അല്ലേ? നിനക്ക് എന്റെ താലിമാല വേണോ അല്ലടാ? കാക്കത്തൊഴുത്തിൽ അവറാൻ മകൻ റപ്പായി, ഞാനാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്കാ? അല്ലടാ, സ്വർഗത്തിലേക്ക്. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കൂ എന്ന ദൈവവചനം അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിഷേധിച്ചിരിക്കുന്നു. അതല്ലമ്മ, സ്വർഗത്തിലേക്കുള്ള വഴി. എടാ, സ്വർഗത്തിലൊന്നും ഈ വക പരിപാടിയില്ല. തന്നെ പോലുള്ള ദരിദ്രവാസികൾക്കുള്ള സ്ഥലം അല്ല ഇത്. സംശയമുണ്ടേ ആ പത്രോസിനോട് ചോദിച്ചോക്ക്. സാറേ, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ഞാൻ വാരിക്കോരി കൊടുക്കും. അവസാനം ഞാനൊരു ദരിദ്രനായി, യാചകനായി, പട്ടിണി കിടന്നു മരിച്ചു. ഭൂമിയിൽ ഒരു സമ്പാദ്യവുമില്ലാത്ത എനിക്ക് ഇവിടെയെങ്കിലും ഒരിടം തരണേ. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കുവാനായി ദൈവം നൽകുന്ന പ്രത്യേക ആനുകൂല്യമാണ് ദാരിദ്ര്യം. അതിൽ ആനന്ദം അനുഭവിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ടുള്ള താങ്കളുടെ വിശ്വാസ ജീവിതത്തിന് സമ്മാനമായി നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എന്താ കാര്യം?
ബഹിഷ്കരിച്ചത്. പിന്നെ 2 മാലാഖമാര് വന്ന് ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്തല്ലോ. എന്താ കാര്യം? ഏട്ടത്തി, ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. പല അച്ഛനമ്മമാരുടെയും ക്രൂരകൃത്യങ്ങളാൽ ജനിച്ചും ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ. അവർ ദൈവതുല്യരാണ്. അവർക്കുള്ള സ്ഥലം ദൈവസന്നിധിയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്. അപ്പോ എന്റെ ജോസൂട്ടി ഇതുപോലെ 2 എണ്ണത്തിനെ കൊന്നു കളഞ്ഞിരിക്കണേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ എന്തെല്ലാം സത്കൃത്യങ്ങൾ ചെയ്താലും അവരുടെ ആത്മാക്കളുടെ ഇടം നരകമാണ്. അപ്പോ എന്റെ ജോസൂട്ടിയും കെട്ടിയോടും മരിച്ച നരകത്തിലേക്കാണ് പോവാ. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ പത്രോസേ? അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് ഇനിയുള്ള ജീവിതകാലം സത്കൃത്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞ ആ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. ഇതെല്ലാം അറിയാനും പറഞ്ഞു കൊടുക്കാനും ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ ഉറപ്പാണ്.